ഹായ് ഫ്രണ്ട്സ്, ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം. എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ചൊരു റൗണ്ട് നെക്ക് നല്ല നീറ്റ് ആൻഡ് പെർഫെക്ഷനോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞു തരാം. നമ്മൾ ഒരു ഫാബ്രിക്കിൽ ക്രോസ് ആയിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് മാർക്ക് ചെയ്യുക. അതായത് കഴുത്ത് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് എത്ര ഇഞ്ചാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 19.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രോസ് പീസിൻ്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് തന്നെ ധാരാളമായിരിക്കും. അതല്ല ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഈ 1 ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും മാർക്ക് ചെയ്യരുത്. അങ്ങനെ മാർക്ക് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ഉള്ളിലോട്ടോ പുറത്തോട്ടോ അത് മടക്കി അടിക്കുമ്പോൾ അവിടെ ചുളുങ്ങിപ്പോവാനും ഒക്കെയുള്ള കയറി പിടിക്കാനൊക്കെയുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ 1 ഇഞ്ച് വിഡ്ത്തിൽ ക്രോസായിട്ട് പാരലലായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരൊറ്റ പീസിൽ തന്നെ ആവശ്യമുള്ള ലെങ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പല പീസുകളായിട്ട് മുറിച്ചെടുത്ത് അരിക് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ചിലർക്ക് ഒറ്റ പീസിൽ തന്നെ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ബാലൻസ് വരുന്ന തുണിയിൽ നിന്നുമാണ് മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആവശ്യത്തിനുള്ള ലെങ്ത് ഒറ്റ പീസിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ പല പല പീസുകളായിട്ട് മുറിക്കുക. 5 ഇഞ്ചോ വരുന്ന പല പീസുകളായിട്ട് മുറിച്ച് അരിക് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്ത് ആവശ്യമുള്ള ലെങ്താക്കി എടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള 1 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് ക്രോസ് പീസ് ആവശ്യമുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് അരിക് ഇതുപോലെ വെച്ച് വന്ന് കറക്റ്റായിട്ട് നമുക്ക് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് നെക്കിലോട്ട് എങ്ങനെയാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് ഈ വരച്ചിരിക്കുന്നത് പോലെ 1/4 ഇഞ്ച് വിട്ടിട്ടായിരിക്കും അരികത്ത് നിന്ന് നമ്മൾ അടിച്ചെടുക്കുന്നത്. നമുക്കിതൊന്നെങ്കിൽ 2 രീതിയിൽ നമുക്കിത് അടിച്ചെടുക്കാം. ഒന്ന് നമുക്ക് സൈഡിൽ കൂടെ അടിച്ച് ഉള്ളിലോട്ട് അടിച്ച് തിരിച്ച് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പൈപ്പിംഗ് പോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ പടി പോലെ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉള്ളിലോട്ടാണ് അടിച്ച് തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ക്രോസ് പീസ് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇത് നമുക്ക് വലിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ക്രോസ് പീസ് എടുക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വലിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ തുണിയിലോട്ട് ഇതുപോലെ അരികും തമ്മിൽ ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് പീസിലും നമ്മൾ 1/4 ഇഞ്ച് വിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രോസ് പീസിലോട്ട് ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ആ വരയിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാലും മതിയാവും. നമുക്കിത് ഇതുപോലെ വെച്ച് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വരെ ആ ക്രോസ് പീസ് ഫുള്ള് നമുക്ക് ഒരു സൈഡ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ ക്ലോത്തിലോട്ട് വെച്ച് കൊടുത്ത് അരികും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ വരയിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാവും.
അപ്പോൾ കയറി ഇറങ്ങിയൊന്നും പോകാതെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് മുൻവശത്താണ് കേട്ടോ വെക്കുന്നത്. ഉള്ളിലോട്ട് അടിച്ച് തിരിക്കുന്നത് കൊണ്ട് ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ ഈ വരയിലൂടെ തയ്ച്ചു പോവുക. ഇനി ഈ ഫൂട്ടറിൻ്റെ കണ്ടോ, നമ്മൾ ഫൂട്ടർ ഈ ഫാബ്രിക്കിൻ്റെ അരികു ചേർത്ത് വെക്കുമ്പോൾ അതൊരു 1/4 ഇഞ്ച് വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫൂട്ടറിൻ്റെ അരിക് തുണിയുടെ അരികും ഒരേപോലെ വരത്തക്ക രീതിയിൽ തയ്ച്ചങ്ങ് പോവുക. ഇനി നമ്മൾ ഈ കർവിൻ്റെ ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഫൂട്ടറൊന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തുണി എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ തിരിച്ച് ഉണ്ടോ, ഇതുപോലെ വളവ് വരുമ്പം നമുക്കിതുപോലെ തിരിച്ച് തുണി ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തു പോകാം. നമ്മുടെ ആവശ്യം നമുക്ക് എങ്ങോട്ടാണോ തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൂട്ടർ ഒന്ന് പൊക്കിക്കൊടുത്ത് ഫാബ്രിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതുപോലെ പതുക്കെ സാവധാനം അരികും ചേർത്ത് വെച്ച ആ വരയിലൂടെ നമ്മൾ ക്രോസ് പീസിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഈ കർവ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് ഫൂട്ടർ പൊക്കി ഫാബ്രിക് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾക്ക് 1/4 ഇഞ്ച് വിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിമൈനിങ് വന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇനി ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾവശത്തെ ആ 1/4 ഇഞ്ച് വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോകാം. നമ്മൾ ഉള്ളിലോട്ട് മടക്കുമ്പം മറ്റു ചുളിവുകളൊന്നും വരാതെ നല്ല കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഈ സ്റ്റിച്ച് ഇടുന്നത്. ഇത് നമ്മൾ ഈ കർവ് വരുന്ന ഭാഗത്ത് അടുപ്പിച്ച് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കർവ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യുക. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ 1 ഇഞ്ച് വിട്ടാണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് പോയാൽ മതി. കർവ് വരുമ്പോൾ മാത്രം ചെറുതായിട്ട് നല്ല ആ ഒരു ഉൾഭാഗത്തോട്ട് അത് നല്ല കറക്റ്റായിട്ട് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിൽ കട്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഉള്ളിലോട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഈ തുണി, ഈ ക്രോസ് പീസ് നമുക്ക് ഉൾവശത്തോട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ ഉള്ളിലോട്ട് നമ്മൾ മടക്കി കൊടുക്കണം. നമുക്ക് ഈ സൈഡൊന്ന് ജസ്റ്റ് നഖം വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കാം. ഫുൾ റൗണ്ടും നമുക്കൊന്ന് വെറുതെ ഒന്ന് പതിച്ചു കൊടുക്കാം. അയൺ ചെയ്യേണ്ടവർക്ക് അയൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കുക. കണ്ടോ, ഇത് നമ്മൾ ഈ ആ 1/4 ഭാഗവും കൂടെ കൂട്ടി ഉള്ളിലോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുക. ഈ വൈറ്റ് കളറ് ഫ്രണ്ടിലൊട്ടും കാണാത്ത വിധത്തിൽ മടക്കിയെടുക്കണം. ഇനി ഉൾവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഫാബ്രിക് ഈ 1/4 ഇഞ്ചില്ലേ, നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന 1/4 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വരുന്ന 1/4 ഭാഗത്തോടു കൂടി ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ തിരിച്ചിടുക. ഇങ്ങനെ നമ്മൾ മുഴുവൻ വശത്തും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി എടുത്തിട്ട് വേണം നമ്മൾ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടെ ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് ആ സൈഡ് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം.
നമ്മൾ 1 ഇഞ്ച് കൂടുതലുള്ള തുണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, വിഡ്ത്ത് 1 ഇഞ്ച് കൂടുതലുള്ള ക്രോസ് പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ക്രോസ് പീസിൻ്റെ വിഡ്ത്ത് മാക്സിമം 1 ഇഞ്ച് തന്നെ എടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞത്. നമുക്കിതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം. ആദ്യമേ തന്നെ മടക്കി കൊടുത്ത് ഫുൾ അയൺ ചെയ്തിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാലും വളരെ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ പതുക്കെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിലും ഇതാണ് ഉൾവശം വരുന്നത്. ഉൾവശം മടക്കി അടിച്ചപ്പോൾ നല്ല ചുളിവുകളൊന്നും കൂടാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ് ഇത് വേണ്ട, മുൻവശത്ത് ഈ സ്റ്റിച്ചിങ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തുന്നി, അതായത് ഹെമ്മിങ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഹെമ്മിങ് എങ്ങനെയാണ് ചെയ്യാവുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം എന്നോ. ഇനി നിങ്ങൾക്ക് ഈ പൈപ്പിങ് ഫ്രണ്ടിലാണ്, ഈ ഒരു പടിയായിട്ട് നമുക്ക് ഫ്രണ്ടിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഉൾവശത്ത് വെച്ചിട്ട് പുറത്തോട്ട് അടിച്ച് തിരിച്ചാൽ മതി. അപ്പോൾ കഴുത്തിന് ചുറ്റും ഒരു പൈപ്പിങ് പോലെ പടിയായിട്ട് നമുക്ക് ഈ ക്രോസ് പീസ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും.